അപ്പോൾ നമുക്കൊരു മത്സ്യക്കറി ഉണ്ടാക്കിയാലോ. അത് പുഴമീനാന്ന് പേര് മറന്നുപോയി. മഞ്ഞപ്പൊടിയും ഉപ്പും മുളകും എല്ലാം ഇട്ട് ഒന്ന് നല്ലോണം തിരുമ്മി അവിടെ വെക്കുക. അത് അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി വേണമെങ്കിൽ ലാസ്റ്റ് തൂവാണല്ലോ, ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിലേക്ക് ഉലുവിയിട്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായി വഴറ്റി അതിലേക്ക് പച്ചമുളകും, എൻ്റെ എക്സ്പ്രഷൻ കണ്ട മുഖത്തെ പുകയാണ് കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ ഇതാ ഉള്ളിയെല്ലാം ഇട്ട്, കുഞ്ഞുള്ളിയാണ് കേട്ടോ ഇട്ട്, പച്ചമുളക് ഇട്ട് വീണ്ടും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് അതിനെ നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് നല്ല പച്ച മണങ്ങ് പോയി കിട്ടിയതിന് ശേഷം തക്കാളി ഇട്ടിട്ട്, തക്കാളി ഇട്ടാ ഇപ്പം തക്കാളി ഇട്ടേ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇടണമായിരുന്നു. അങ്ങനെ ഉപ്പും ഇട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി 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 കുറച്ച് കുടംപൊടിയും കൂടി അതിലേക്ക് എടുത്ത് ഒഴിച്ച് നമ്മൾ, എന്നിട്ട് അതൊന്ന് വേകട്ടെ അല്ലേ. നന്നായി വെന്തതിന് ശേഷം നമ്മൾ നല്ലോണം അതിങ്ങനെ ഉടച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് എത്ര ഗ്രേവി വേണം അത്രയോളം വെള്ളം ഒഴിക്കുക. ഇതത്രയാണ് ഞാൻ ഉപ്പെടുത്തിടുന്നത്, പക്ഷെ കണക്കായിരുന്നു കേട്ടോ. അതിനിപ്പോൾ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഈ മീൻ അതിൻ്റെ അകത്തേക്ക് ഇടാം അല്ലേ. ഏകദേശം ഇതാ ഇപ്പം റെഡിയാവും. ഇതാ എല്ലാം ഞാനങ്ങ് തട്ടിക്കൊടുത്ത് അങ്ങനെ ഇനി അടച്ച് വെച്ച് വേവിക്കാം. വലിയ തലയാണ്, പക്ഷെ പെട്ടെന്ന് വെന്ത് കിട്ടീന് കേട്ടാ കുറേ അയലി കേട്ടാ പറയാത്തത്. അങ്ങനെ അത് അവസാനം കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ പരം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മളെ കറി ഏകദേശം സെറ്റ്. അതിലേക്ക് ഞാനിപ്പം ഇട്ടത് സീക്രട്ടൊന്നുമല്ല, ഉലുവാപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് നേരത്തെ ഒഴിച്ചിട്ടില്ല, ഇപ്പം അത് വീണ്ടും ഒഴിക്കുന്നത് കേട്ടോ. അങ്ങനെ സെറ്റ്, കറി സെറ്റ്.